ശാന്തി. ഓം ശാന്തി. ജനകനും സീതയും. ഇന്ന് നമുക്ക് ജനകനോടൊപ്പം ജനകന്റെ സീതയോടൊപ്പം കുറച്ചു ദൂരം സഞ്ചരിക്കാം. ജനകൻ മിഥിലയിലെ മഹാരാജാവായിരുന്നു. ജനകരാജാവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ എല്ലാ രാജാക്കന്മാരും ഏറ്റവും കൂടുതൽ വന്ദിച്ചിരുന്ന ഒരു രാജാവായിരുന്നു. അതുമാത്രമല്ല, ജനക രാജാവിനെ രാജഋഷി എന്നറിയപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ എത്ര ഋഷിമാരുണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു. എല്ലാവരും സംശയ നിവർത്തിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെയാണ് ഗുരുസ്ഥാനത്ത് കണ്ടിരുന്നത്. അങ്ങനെ ഒരു രാജാവായിരുന്നു. അത്ര വന്ദനീയനായ ഒരു ഗുരുസ്ഥാനമുള്ള ജനക മഹാരാജാവിൻ്റെ ഗുരു അഷ്ടാവക്രനായിരുന്നു. ജനകന്റെ പുത്രിയായതുകൊണ്ടാണ് ജാനകി എന്നറിയപ്പെടുന്ന സീതയെ. ശരിക്കും ജനകന്റെ രാജ്യത്തിന്റെ പേര് മിഥില എന്നായിരുന്നു. അതുകൊണ്ട് സീതയ്ക്ക് മൈഥിലി എന്നൊരു പേരുണ്ട്. കേട്ടിട്ടില്ലേ? ഇനി മൂന്നാമതൊരു പേരും ഉണ്ട്, വൈദേഹി. വിദേഹ രാജ്യം എന്നാണ് അറിയപ്പെട്ടിരുന്നത് മിഥിലയെ. അതുകൊണ്ട് വിദേഹ രാജ്യത്തിലെ പുത്രി എന്നുള്ള അർത്ഥത്തിൽ വൈദേഹി എന്ന് വിളിച്ചിരുന്നു. വിദേഹ രാജാവ് എന്നാണ് ജനകനും അറിയപ്പെട്ടത്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? വിദേഹ രാജ്യം. പരാജ്യത്തിൽ ആർക്ക് ദേഹം ഉണ്ടായിരുന്നില്ല എന്നാണോ? ദേഹമില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആത്മാവിന് ശരീരം ഉണ്ടെങ്കിലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വിദേഹ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട തത്വം. അതിൻ്റെ പിന്നിലെ തത്വം എന്താണ്? വിദേഹം. ദേഹമുണ്ട്, പക്ഷെ ദേഹബോധമില്ല. ബോഡി ഉണ്ട്, പക്ഷെ ബോഡി കോൺഷ്യസ്നെസ് നൽകുന്ന ഈഗോ, അഹന്തയില്ല, ദുരഭിമാനമില്ല. പകരം ശുദ്ധ ആത്മബോധമാണ്. സോൾ കോൺഷ്യസ് ലിവിങ് ആണ്. ആത്മാഭിമാനിയായിട്ടുള്ള ജീവിതമാണ്. ആത്മാവിൻ്റെ ജ്ഞാനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ശരീരമുണ്ട്, ആത്മാവും ഉണ്ട്. ഈ അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആരെങ്കിലും മരിച്ചാൽ നമ്മൾ പറയില്ല ആത്മാവ് പോയി, ഇത്രയൊക്കെ നമ്മൾ പറയും. പക്ഷെ ആത്മാവ് ശരീരത്തിൽ ഇരിക്കുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ, ഞാൻ ശുദ്ധ ചൈതന്യ ആത്മാവാണ്, ഇതെൻ്റെ ഒരു വസ്ത്രം മാത്രമാണ്, ഇതുപയോഗിച്ച് ഞാൻ പല റോള് പ്ലേ ചെയ്യാണ്, പക്ഷെ അഭിനേതാവ് ഞാനാണ്, ഞാൻ ആത്മചൈതന്യാണ്, ഞാൻ ഡ്രൈവറാണെന്ന ബോധത്തിൽ ഈ വണ്ടി ഓടിക്കുക. ആ ആത്മാഭിമാനി സ്ഥിതി എന്ന് അതിനെയാണ് പറഞ്ഞിരുന്നത്, സോൾ കോൺഷ്യസ് ലിവിങ്. അങ്ങനെ ഒരു രാജാവായിരുന്നു ജനക മഹാരാജാവ്. രാജാവാണ്, രാജ്യഭരണ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. പക്ഷേ ആത്മാഭിമാനിയായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. അതുകൊണ്ട് എന്തായി? ആത്മാഭിമാനി സ്ഥിതി പറഞ്ഞ സർവരെ പ്രതിയും ആ ഒരു സമഭാവന. എല്ലാവരും ആത്മാക്കളാണ്, ഭഗവാന്റെ മക്കളാണ്. അല്ല, ഞാൻ രാജാവാണ്, ബാക്കിയെല്ലാവരും പ്രജയാണ്. രാജാവ് തൻ്റെ ഭരണകാര്യങ്ങളെല്ലാം നന്നായി ചെയ്തു. പക്ഷെ എല്ലാവരെയും പ്രതി ആ ആത്മീയ ദൃഷ്ടികോൺ, ആത്മീയ ഭാവമുള്ളത് കാരണം എല്ലാവരും എൻ്റെ ആണെന്നുള്ള, സ്വന്തമാണെന്ന ഫീലിംഗ്, ഞാൻ ഭരിക്കുകയാണെന്നുള്ള ഫീലിംഗ് ആയിരുന്നില്ല. എങ്ങനെ ഒരു അച്ഛനും അമ്മയും മക്കളെ വളർത്തുന്നത്, മക്കളെ ഭരിക്കുകയാണെന്നുള്ളതല്ലല്ലോ. അച്ഛനും അമ്മയ്ക്കും മക്കളുടെ പാലനയാണ്, പരിപാലന എന്നല്ലേ പറയാം, കുടുംബം പുലർത്തുക എന്നാ പറയാം. അപ്പം ശരിക്കും ജനക മഹാരാജാവിൻ്റെ ഭരണം അങ്ങനെയായിരുന്നു, കുടുംബം പോലെ, കുടുംബം പുലർത്തും പോലെ, പരിപാലന. അന്ന് അവിടെ ഭരണം എന്ന് പറയില്ല. ശരിക്കും സത്യത്രേതയുഗത്തിലെ ജീവിതകാലം അങ്ങനെയാണ്. അന്ന് നമ്മുടെ ഈ നാട്ടില് രാജാവുണ്ട്, രാജഭരണ കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്നത്തെ പോലെ ഭരിക്കുക ആയിരുന്നില്ല, പരിപാലിക്കൽ, അതായത് സ്നേഹപൂർവമായിരുന്നു. ലോ, രാജ്യത്തിൽ നീതിയും ന്യായവും വ്യവസ്ഥയെല്ലാം ഉണ്ട്. പക്ഷെ ലോസ് എല്ലാം ലവ്ഫുള്ളായിട്ടായിരുന്നു. ലവ് ആൻഡ് ലോയുടെ ബാലൻസിങ് ഉണ്ട്. അതാണ് ആത്മാഭിമാനി സ്ഥിതി. അല്ലാതെ എൻ്റെ മോൻ, എൻ്റെ മോൾ, എൻ്റെ ഇന്നാൾ, എൻ്റെ എന്ന് പറയുന്ന ലിമിറ്റേഷൻ ഉണ്ടായിരുന്നില്ല. സർവരും എൻ്റേതാണ്, സർവരും എൻ്റെ. അപ്പോൾ സ്വാർത്ഥത ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് പൊതുവെ നമ്മുടെ എല്ലാവരുടെയും മനസ്ഥിതിയിൽ എന്താ സംഭവിക്കുക? നമ്മുടെ കുട്ടി ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ എൻ്റെ കുട്ടിയല്ലേ പറയും. അതേ തെറ്റ് നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടിയെ ചെയ്താൽ കണ്ടല്ലോ, വികൃതി അല്ലല്ലോ. എനിക്കറിയാം, 2 കിട്ടേണ്ടതാ, 2 കൊടുക്കേണ്ടതാ, ഇതെൻ്റെയാ, അത് അന്യതാ. കാരണം എന്താ? ഞാൻ, എൻ്റെ.
ആ ബോഡി കോൺഷ്യസിൻ്റെ ഉള്ളിൽ നമ്മുടെ ജീവിതം. നമ്മൾ വേറെ ആരെങ്കിലും അടുത്ത വീട്ടിലെ കുട്ടികളുടെ കൂടെയാണ് നമ്മൾ എവിടെയെങ്കിലും പോകുക, ഒരു സാധനം പിടിക്കാൻ കൊടുക്കണമെങ്കിൽ ആ കുട്ടിയുടെ കൈ കൊടുക്കും, നമ്മുടെ കുട്ടിയുടെ കൈ കൊടുക്കില്ല. ഇതെൻ്റെ കുട്ടിയല്ലേ, കുട്ടി പിടിക്കേണ്ട, ഭാരമൊന്നും എടുക്കണ്ട, ആ കുട്ടി പിടിച്ചോട്ടെ, കാരണം ഇത് എൻ്റെ കുട്ടിയാണ്, ഇത് മറ്റേ കുട്ടിയെ, മറ്റേ വീട്ടിലെ. അപ്പം ആ അന്യതാബോധം, അതാണ് സ്വാർത്ഥത കൊണ്ടുണ്ടാകും, ഇടുങ്ങിയ മനസ്സിന്ന് വരുന്ന ചിന്താഗതിയാണ്. പക്ഷെ ജനക മഹാരാജാവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ആത്മാഭിമാനി സ്ഥിതിയായിരുന്നത് കൊണ്ട് മുഴുവൻ രാജ്യത്തെയും രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെ പ്രതി ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്, പറയില്ലേ ഹിന്ദിയിലൊരു വാക്കുണ്ട് അപ്പനാപ്പൻ, സ്വന്തം എന്ന് പറയുന്ന ഫീലിംഗ്, എൻ്റെ, എല്ലാവരും എൻ്റെ, അല്ലാതെ എൻ്റെ ഇന്നാള് എന്നുള്ള സർവരും എൻ്റെ, ആ ആത്മാഭിമാനി സ്ഥിതിയിലിരുന്ന് തൻ്റെ രാജ്യഭരണ കാര്യങ്ങൾ ചെയ്തു. അതിനുവേണ്ടി അദ്ദേഹം കാട്ടിലൊന്നും പോയില്ല, നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ആത്മാഭിമാനി സ്ഥിതിയിൽ ജീവിച്ചു. അത് മാത്രമായിരുന്നില്ല, കർമ്മയോഗിയായിരുന്നു. കർമ്മയോഗി പറഞ്ഞാൽ എന്താണ്? രാജഋഷി എന്നറിയപ്പെട്ടെ. കർമ്മം ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു, രാജകീയമായിട്ട്, റോയലായിട്ട്. പക്ഷെ ജീവിതം ഋഷി തുല്യമായിരുന്നു. ഋഷി മീൻസ് പ്യുവർ ലൈഫ്, പ്യൂരിറ്റി. ഋഷി അർത്ഥം പരമാത്മാവുമായിട്ട് കണക്ഷനുള്ള ആൾ, മനസ്സിൻ്റെ കണക്ഷൻ ഈശ്വരനുമായിട്ടുണ്ട്, യോഗിയാണ്, യോഗം വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പം കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൊതുവെ എല്ലാവരും പറയല്ലോ, അയ്യോ ഈ ധ്യാനവും ജ്ഞാനം ഇതൊക്കെ നമുക്കൊക്കെ പറ്റുമോ, നമ്മളൊക്കെ കുടുംബത്തിലിരിക്കുന്നവരല്ലേ, ജോലിയും വേലയും കുടുംബവും ഓഫീസും ഇതൊക്കെ വിട്ടിട്ട് നമുക്ക് ആർക്കും സന്യാസമൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളാരും സന്യാസമൊന്നും ചെയ്യണ്ട, കുടുംബം വീടൊക്കെ വിടാൻ ആര് പറഞ്ഞു? എല്ലാം നമുക്ക് ചെയ്യണം, കടമകളെല്ലാം ചെയ്യണം. സാധാരണ ആത്മീയത എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് വീടൊക്കെ വിട്ടിട്ട് കാട്ടിൽ പോയവരുടെ ചിത്ര. ആരുടെയും മനസ്സിൽ ജനകന്റെ ചിത്രമേ വരുന്നില്ല എന്നുള്ളതാണ്. ജനകൻ നാട്ടിലിരുന്നുകൊണ്ട് രാജാവ് എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന രാജ്യത്തിന്റെ ഭരണചക്രം കയ്യിലുള്ള ആള്, ആ കാര്യം ഇത്ര ഉയർന്ന കർമ്മം ചെയ്തുകൊണ്ട് തന്നെ കർമ്മയോഗിയായിട്ട് ജീവിച്ചു. അപ്പൊ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് എല്ലാ ജോലികളും ചെയ്യാൻ നമ്മുടെ മനസ്സിന്റെ പൂർണ്ണ ഏകാഗ്രത വേണ്ട. ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു ഓപ്പറേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുക, അവർക്കൊക്കെ മനസ്സിന്റെ ബുദ്ധിയുടെ പൂർണ്ണ ഏകാഗ്രത വേണം. മറ്റേ നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഡെയിലി റുട്ടീൻ ചെയ്യാൻ, കഴിക്കാൻ, കുടിക്കാൻ, വെക്കാൻ, ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസിലാണെങ്കിലും മിക്കവാറും കർമ്മങ്ങളൊക്കെ നമ്മൾ നോക്കിയ ഒരു 75% ജോലികൾക്കും നമ്മുടെ മനസ്സിന്റെ പൂർണ്ണ ഏകാഗ്രത ആ കർമ്മത്തിൽ ആവശ്യമില്ല. ബാക്കി സമയം ഒരു 25% നമ്മൾ അതിൽ അറ്റൻഷൻ വെക്കണുള്ളൂ. ബാക്കി 75% നമ്മുടെ ശ്രദ്ധ, നമ്മുടെ മനസ്സ് മറ്റ് വിചാരങ്ങളിലാണ് പോണത്. അമ്മമാർക്ക് അനുഭവം ഉണ്ടാവും, നമ്മൾ അടുക്കളയിൽ നിന്ന് ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അതിൻ്റെ ഇടയിൽ തന്നെ പലതും ചിന്തിക്കും അല്ല. എന്തിനു പുസ്തകം എടുത്ത് അടുത്ത് വെച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും, പേജ് തുറന്നു വെച്ചിട്ടുണ്ടാവും, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ അതിൻ്റെ ഇടയിൽ എവിടേക്കെങ്കിലും പോകും അല്ലേ. അത് ഇത് ഓർമ്മ, ചിലപ്പോൾ കൂട്ടുകാർ പറഞ്ഞ എന്തെങ്കിലും കാര്യമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ടി വിയിൽ കണ്ട എന്തെങ്കിലും ഒരു പ്രോഗ്രാം ആയിരിക്കും, അതൊക്കെ നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരും. അപ്പം നമുക്ക് കോൺസെൻട്രേറ്റ് ആകുമ്പോൾ പറയില്ല, അയ്യോ ഇതൊന്നും തലയിൽ കയറണില്ല. തലയിൽ കയറണമെങ്കിൽ തലേ ഇതിൽ വെക്കണ്ടേ, അതിൽ കൊടുത്തിട്ടില്ലേ പൂർണ്ണമായിട്ട്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഏകാഗ്രത എല്ലാ കർമ്മങ്ങളിലും വേണ്ട. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ ജോലികളും ചെയ്യാൻ നമുക്ക് നമ്മുടെ പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ സാന്നിധ്യം ആവശ്യമില്ല എന്നർത്ഥം. ചില കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് മോഡിൽ നടന്നു പോകുന്നുണ്ട്. അപ്പം മനസ്സ് ആ സമയത്ത് എന്ത് ചെയ്യും? മനസ്സ് വെറുതെ ഇരിക്കില്ല, അതിനെന്തെങ്കിലും ചിന്തിക്കണം. അപ്പം അത് വരുതും. അപ്പോൾ ഓർമ്മിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ തേടും. അപ്പം അതും ഇതും, അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യം, അവരുടെ കാര്യം ഇവരുടെ കാര്യം, എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ വരും. അങ്ങനെ അലയുന്ന മനസ്സ് ജോലികൾ ചെയ്യുമ്പോൾ മനസ്സ് എത്ര ദൂരം അലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ, എത്രത്തോളം അലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ, ആ മനസ്സിനെ, വിചാരങ്ങളെ നമുക്ക് എന്ത് ചെയ്താൽ മതി? നല്ല വിചാരങ്ങളാക്കുക. അതിനെയാണ് കർമ്മയോഗി പറയുന്നത്. ജോലി ചെയ്തോളൂ, പക്ഷേ അലയുന്ന മനസ്സിനെ എന്ത് ചെയ്യുക? അവിടെ ഇവിടെ അലഞ്ഞു തരാൻ, അങ്ങനെ അലയാനും തിരിയാനും വിടരുത്. കാക്കയെ പോലെ അവിടെ ഇവിടെയും പോയി വേസ്റ്റ് കൊത്താൻ സമ്മതിക്കരുത്. ഹംസ സമാനാക്കൂ. ഹംസ എന്താ ചെയ്യുക? പാലും വെള്ളവും കൂടെ ഒരുമിച്ച് കൊടുത്താൽ സങ്കല്പം അതല്ലേ, പാല് മാത്രം വേർതിരിച്ചെടുക്കും. നല്ലതെടുക്കും, നല്ല വിചാരങ്ങളിലൂടെ സഞ്ചരിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ആഹാരം ഉണ്ടാക്കാന്നിരിക്കട്ടെ, അമ്മമാരാണല്ലോ കൂടുതലേ. അപ്പം നമ്മൾ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ജോലി ഓട്ടോമാറ്റിക്കലി അരി കഴുകും, അടുപ്പിൽ കൊണ്ടുവയ്ക്കും, സ്റ്റൗ കത്തിക്കും, പച്ചക്കറി മുറിക്കും, എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സിൽ പല ചിന്തകളും വരാം.
പക്ഷെ ഒരു കർമ്മയോഗിയായിട്ട് നമുക്ക് ആ ഭക്ഷണം ഉണ്ടാക്കാം. എങ്ങനെ? ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നെങ്കിലും മനസ്സുകൊണ്ട് ഈശ്വരനോട് സംസാരിക്കാം. ഭഗവാനെ, ഇത് അങ്ങേക്കുള്ള പ്രസാദ, അങ്ങയുടെ മക്കൾക്കുള്ള പ്രസാദ. ഇത് ആരൊക്കെ കഴിക്കുന്ന അവരുടെ എല്ലാവരുടെയും മനസ്സിന് സുഖം കിട്ടട്ടെ, സന്തോഷം കിട്ടട്ടെ, അവരുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകട്ടെ, ഭഗവാന്റെ അടുത്തു നിന്നുള്ള ശക്തികൾ മുഴുവൻ ഇതിൽ നിറയട്ടെ. ഇത് കഴിച്ചിട്ട് എല്ലാവരുടെയും മനസ്സ് നല്ലതാവട്ടെ, എല്ലാവരുടെ ശരീരത്തിൻ്റെ അസുഖങ്ങളെല്ലാം മാറട്ടെ. ഇപ്പോൾ ഒരു ഓഫീസിൽ ഇത് നമ്മളൊരു ജോലി ചെയ്യുക, ഒരു പ്രൊജക്റ്റിൽ, ഒരു വർക്കിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുക. ആ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഓഫീസിൽ, ഇത് കമ്പ്യൂട്ടറിലാകട്ടെ എവിടെയാകട്ടെ, എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വർക്ക് ചെയ്യണോ, എത്ര പേർക്കാണോ അതിൻ്റെ ഫലം കിട്ടണം, അവരെ പ്രതി നമ്മൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫലം ആർക്കൊക്കെ കിട്ടണോ, ഈ പ്രൊജക്റ്റിൻ്റെ നന്മ ആരുടെ അടുത്ത്, എത്ര ജനങ്ങളുടെ അടുത്തേക്കാണിത് എത്തണം, എല്ലാവർക്കും ഇതുകൊണ്ട് ലാഭം ഉണ്ടാകട്ടെ, എല്ലാവർക്കും മംഗളം ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഇതിന്ന് സുഖം കിട്ടട്ടെ, വേഗം എല്ലാവരുടെയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറട്ടെ. ഒരു കർഷകനാണെങ്കിൽ പോലും പാടത്ത് ഉഴുതുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കളയെടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വിതച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ആ സമയത്ത് പോലും എന്ത് ചെയ്യാം? കർമ്മയോഗിയാകാം. എന്താ ചിന്തിക്കുക? ഞാൻ ഈ വിതയ്ക്കുന്ന നെൽമണികൾ അല്ലെങ്കിൽ ഈ ഗോതമ്പ് മണികൾ ഇത് വിളഞ്ഞിട്ട് എത്ര പേർക്ക് കഴിക്കാനുള്ള ധാന്യമാണ് ഇവിടെ തയ്യാറാകണേ. ഈ ധാന്യം, ഈ അരി, ഈ ഗോതമ്പ് ഈ നാട്ടിൽ ആരൊക്കെ വാങ്ങുന്നു, ആരുടെ അടുത്തൊക്കെ എത്തുന്നു, ഇത് എല്ലാവരും തൃപ്തിയോടെ കഴിക്കട്ടെ. ഇത് വിളയാൻ വേണ്ടിയിട്ട്, ഇത് വളരാൻ വേണ്ടിയിട്ട് നല്ല മഴ പെയ്യട്ടെ. ഈ ആഹാരം ആർക്കൊക്കെ കിട്ടണോ അവർക്ക് എല്ലാവരുടെയും മനസ്സും ശരീരവും എല്ലാം നിറയട്ടെ, സമൃദ്ധി ഉണ്ടാവട്ടെ എല്ലാവർക്കും. അങ്ങനെ നല്ല നല്ല ചിന്തകൾ നമുക്ക് എന്ത് ചെയ്യാം? കൊണ്ടുവരാം. നല്ല മഴ പെയ്യട്ടെ, നിറയെ വെള്ളം ഉണ്ടാവട്ടെ. അല്ലാതെ ഒരു വേനൽക്കാലം വരുമ്പോഴേക്കും നേരെ തിരിച്ച് ചിന്തിക്കരുത്, അയ്യോ വേനൽക്കാലം വരുവാണ്, ഇനി മഴ പെയ്യില്ല, ഇനി കഷ്ടപ്പെടും. നെഗറ്റീവ് വിചാരം എന്തായാലും വിചാരിക്കും. അപ്പം എന്ത് ചെയ്യുക? നല്ലത് ചിന്തിക്കും. വേനൽക്കാലം വരുവാണ്, അയ്യോ, അതും പേപ്പറിൽ ഒരു ന്യൂസ് വന്നു ഇരിക്കട്ടെ, അപ്പോഴേക്കും എല്ലാവരുടെയും കൂടെ മനസ്സിലെന്താ? ഈ വർഷം കഷ്ടപ്പെടും, മഴയൊന്നും വരാൻ പോണില്ല, കുടിക്കാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടും. എന്തായാലും ചിന്തിക്കും മനസ്സ്. അപ്പം നല്ലത് ചിന്തിക്കാം. ഈ ചൂട് കൂടുമ്പോൾ ഈ ചൂടേറ്റ് കടലിലെ വെള്ളം നീരാവിയാകും, അതിൽ നിന്ന് മഴമേഘം ഉണ്ടാകും. ആ മേഘങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ കൂടി എല്ലാം കാറ്റ് കൊണ്ടുവരും. എന്നിട്ട് നല്ല മഴ പെയ്യും. എന്നിട്ട് നമ്മുടെ കിണറുകളും കുളങ്ങളും എല്ലാം നിറയും. എല്ലാവരുടെയും കഷ്ടപ്പാട് മാറും. കർഷകർക്ക് നല്ല വെള്ളം കിട്ടും, കൃഷിയൊക്കെ നന്നാവും. എല്ലാവരുടെയും ദുരിതങ്ങൾ, വെള്ളത്തിൻ്റെ കഷ്ടങ്ങൾ മാറും. അങ്ങനെയുള്ള നല്ല വിചാരങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്താകും? മഴ പെയ്യാനുള്ള സാധ്യത. നമ്മളൊരു കൂട്ടായ്മയോടുകൂടി ഒരു നാട് മുഴുവൻ ഇത്രയും നല്ല സങ്കല്പങ്ങൾ വെക്കുമ്പോൾ എന്താവും? എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ശുഭചിന്തകൾ വരുമ്പോൾ, നല്ല ചിന്തകൾ വരുമ്പോൾ ആ കളക്റ്റീവായിട്ടുള്ള ഒരുമിച്ചുള്ള സംഘടിത രൂപത്തിൽ സമൂഹ ധ്യാനമാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ്, പ്യുവർ, പവർഫുൾ തോട്ട്സ്, ശുദ്ധവും ശുഭവും ശ്രേഷ്ഠവുമായ ദൃഢവുമായ സങ്കല്പങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്ഭുത ശക്തിയുണ്ട് അതിൽ. അത്ര ഊർജമാണ്, പോസിറ്റീവ് എനർജിയാണ്. അത് ശ്രേഷ്ഠ കർമ്മങ്ങൾക്ക്, ശ്രേഷ്ഠ കാര്യങ്ങൾ, മംഗളകാര്യങ്ങൾക്ക് നിമിത്തമായിട്ട് മാറും. നമ്മൾ കേട്ടിട്ടില്ല, പണ്ട് മഴ പെയ്യാൻ യാഗം ചെയ്തിട്ടുണ്ട്. ആ യാഗത്തിൽ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് നാട്ടിൽ മഴ വന്നിട്ടുണ്ട്. നമ്മളതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട എന്താ? ശുഭചിന്തകൾ. ഒരു നാടിൻ്റെ മംഗളത്തിന് വേണ്ടി, എനിക്ക് വേണ്ടിയിട്ട് മഴ പെയ്യല്ല. മഴ പെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലാഭം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്രകാരം നല്ല ചിന്തകൾ, ആത്മീയ ചിന്തകൾ, ഈശ്വരീയ ചിന്തകൾ, ശുഭചിന്തകൾ, ശുദ്ധവും ശുഭവും ശ്രേഷ്ഠവുമായ വിചാരങ്ങൾ നമ്മൾ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ എന്തായി? ജോലി നടക്കും, നല്ല വിചാരവും നടക്കും. അപ്പം എന്തായി? കർമ്മമായി, യോഗമായി, കർമ്മമായി, ധ്യാനമായി. ഇത് രണ്ടും കൂടെ ചെയ്യാൻ പറ്റിയ നമ്മളെല്ലാവരും ആരായി? കർമ്മയോഗിയായി. പഠിക്കാനിരിക്കുമ്പം ആദ്യം മക്കളുമാർക്ക് എന്താ ഓർമ്മ വേണം? പുസ്തകം എടുത്ത് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സങ്കല്പം വയ്ക്കണം. ഇന്നെനിക്ക് 1 ചാപ്റ്ററോ 2 ചാപ്റ്ററോ എത്ര ലെസൺസാണ് പഠിച്ചു തീർക്കേണ്ടത്? 1 മണിക്കൂർ ഇരിക്കാൻ പോവാ. ഭഗവാനെ, ഞാൻ ഈ 1 മണിക്കൂർ കൊണ്ട് ഇത് മുഴുവൻ നന്നായിട്ട് പഠിക്കും. എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് ഓർമ്മിക്കാൻ കഴിയും. നാളെ ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചർ ചോദിച്ചാൽ ഇതിനൊക്കെ നന്നായിട്ട് ഉത്തരം പറയാൻ കഴിയും. 1/2 മണിക്കൂറിനുള്ളിൽ ഞാനിതെല്ലാം പഠിച്ച് തീർക്കും. എപ്പോഴും പോസിറ്റീവ് തോട്ട്സ്. എല്ലാ കാര്യം, അയ്യോ ഇതെൻ്റെ തലയിൽ കയറുമോ, ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല, ബോറടിക്കണു, ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളും കൊണ്ടാണ് നമ്മൾ പുസ്തകം തുറക്കണമെങ്കിൽ എന്താവും? ഒന്നും ഉള്ളിൽ പോവില്ല.
ആദ്യമേ നമ്മൾ ബ്ലോക്ക് ചെയ്തു അല്ലേ? അതാണ് കർമ്മയോഗം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ കർമ്മയോഗം? ഇനി പറയൂ. അതോ കാട്ടിൽ പോണോ? കാട്ടിൽ പോണോ? വേണ്ട. നാട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ലേ? എല്ലാ ജോലികളും നമ്മൾ ആരെല്ലാം ഏതേത് ജോലി ചെയ്യുന്നു ആ സമയത്ത് എന്ത് ചെയ്യുക? ആ ചെയ്യുന്ന കർമ്മത്തെ പ്രതി പോസിറ്റീവ് വിചാരം. പോസിറ്റീവ് വിചാരം. ഒരു ഡോക്ടറാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും ആ ശുഭചിന്ത. ഈ ഓപ്പറേഷനിലൂടെ ഈ രോഗിയുടെ ഈ രോഗം മാറട്ടെ, സുഖമായിട്ട് ഹെൽത്തി ആയിട്ട് മാറാൻ കഴിയട്ടെ. നല്ല വിചാരം. ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട്, ഈ ഓപ്പറേഷൻ ഏറ്റവും നന്നായിട്ട് നടക്കും, നല്ല സക്സസ് ആവും, അതോടുകൂടി ഇവരുടെ രോഗം മാറിക്കിട്ടും. നല്ല വിചാരങ്ങളോടുകൂടി ചെയ്യുക. പിന്നെ കർമ്മയോഗിയായ ജനകൻ, നമുക്കറിയാം ജനകൻ്റെ പുത്രിയാണ് സീത. പക്ഷെ സീതയെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താ വെച്ചിരിക്കണേ? സീതയെ വരിക്കാൻ ആർക്കേ പറ്റുള്ളൂ? ആ വില്ലിനൊരു പേരുണ്ടല്ലോ, ത്രയംബകമാണ്. ശിവന്റേതാണ്. ത്രയംബക വില്ലാണ്. ആ വില്ല് കൊലയ്ക്കുന്നവർക്ക് മാത്രമേ ആരെ കിട്ടുള്ളൂ? സീതയെ കിട്ടുള്ളൂ. ത്രയംബകം. മൃത്യുഞ്ജയ മന്ത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓം ത്രയംബകം യജാമഹേ. കേട്ടിട്ടുണ്ടോ മൃത്യുഞ്ജയ മന്ത്രം? അതിലെന്താ പറയണേ? ഞാൻ മൂന്നാം കണ്ണുള്ള ആൾ. മൂന്നാം കണ്ണുള്ള ആളാരാണ്? ഭഗവാനെ നമസ്കരിക്കുകയാണ്. അപ്പൊ മൂന്നാം കണ്ണ്, ത്രയംബക വില്ല് ഒടിക്കുക, കുലയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൂന്നാം കണ്ണുള്ള ആൾക്ക് മാത്രമേ ആരെ കൊടുക്കുള്ളൂ? സീതയെ കൊടുക്കുള്ളൂ. രാമൻ വന്നു, ബാക്കി എല്ലാവരും നോക്കി ടെസ്റ്റ്. എത്ര പേരാ വന്നേ സീതയെ വരിക്കാൻ, ത്രയംബക വില്ല് കുലയ്ക്കാൻ വേണ്ടിയിട്ട്? എല്ലാവരും തോറ്റു. തൊടാൻ പോലും പറ്റിയില്ല ചിലർക്കൊന്നും. പിന്നല്ലേ കുലയ്ക്കണത്, എടുത്ത് പൊക്കാൻ പറ്റണ്ടേ ആദ്യം? ശിവന്റെ ശാപമാണ് അത്. ശരിക്കും പറഞ്ഞ പരശുരാമന് കൊടുത്തതാ ശിവൻ. പരശുരാമൻ അത് പൂജിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ജനക മഹാരാജാവിനെ ഏൽപ്പിച്ചതാണ്. അപ്പൊ ജനക മഹാരാജാവ് കണ്ടീഷൻ വെച്ചു, സീതയുടെ സ്വയംവരമായ സമയത്ത് ഈ വില്ല് കൊലയ്ക്കുന്നവർക്കേ ഞാൻ സീതയെ കൊടുക്കുള്ളൂ. അപ്പൊ രാമൻ വന്നു വില്ല് കൊലച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൂന്നാം കണ്ണുള്ള ആളാണ് രാമൻ. ആ മൂന്നാം കണ്ണുള്ള ആളായതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റിയത്? വില്ല് കൊലിച്ചത് കൊണ്ടാണ് സീതയെ കിട്ടണത്. അപ്പൊ മൂന്നാം കണ്ണ് തുറന്നാലേ സീത പരിശുദ്ധയാണ്, പരമപവിത്ര. പരിശുദ്ധിയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് സീത. അപ്പൊ പവിത്രത ആർക്കേ ഉള്ളൂ? പരിശുദ്ധി ആരുടെ കൂടെ ഉള്ളൂ? മൂന്നാം കണ്ണ് തുറക്കുന്നവർക്കേ അവനവന്റെ ജീവിതത്തെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പരിശുദ്ധമാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് രാമനെ ചെയ്യാൻ പറ്റൂ. കാരണം രാമന് മൂന്നാം കണ്ണുണ്ട്. മൂന്നാം കണ്ണർത്ഥം അതൊരു പുതിയ കണ്ണല്ല, പിന്നെ ഒരു കാഴ്ചപ്പാടാണ്. പുതിയ കാഴ്ചപ്പാട്. ദൃഷ്ടിയല്ല, അതൊരു ദൃഷ്ടികോണാണ്. കണ്ണല്ല, അതൊരു കാഴ്ചപ്പാടാണ്. ആത്മീയമായ കാഴ്ചപ്പാട്. സർവരെ പ്രതിയുള്ള ആ ആത്മീയ ദൃഷ്ടികോൺ, സർവരെ പ്രതിയും ഭഗവാന്റെ മക്കളാണെന്നുള്ള ദൃഷ്ടികോണിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അശുദ്ധ കർമ്മവും പിന്നെ വരാതിരിക്കുള്ളൂ. പരിശുദ്ധി ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുള്ളൂ. പിന്നെ നമുക്ക് ഒരാൾക്കൊരു ദുഃഖം കൊടുക്കാൻ പോലും പറ്റും. നമ്മുടെ വാക്കുകൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കാൻ തോന്നില്ല. കാരണം ഇതും ഭഗവാന്റെ കുട്ടിയല്ലേ, എൻ്റെ ആത്മസഹോദരനല്ലേ. അപ്പം നമുക്ക് വാക്കുകൊണ്ട് പോലും ഒരാൾക്ക് നമ്മൾ വേദന കൊടുക്കില്ല. അങ്ങനെ പോലും അശുദ്ധിയാകില്ല നമ്മൾ. കാരണം ഒരാൾക്ക് ദുഃഖം കൊടുത്താലും നമ്മൾ ഒരു അശുദ്ധ കർമ്മമാണ്, നമ്മൾ അശുദ്ധമാകാൻ, അഴുക്കാകാൻ. ഒരിക്കലും ശ്രീബുദ്ധന്റെ അടുത്ത് ഒരു അന്ധൻ വരികയാണ്. ആ അന്ധൻ ചോദിക്കും, അല്ലയോ ബുദ്ധ ഭഗവാനെ, എനിക്ക് കാഴ്ചയില്ലല്ലോ, അന്ധനായ എന്നെക്കാളും ഭീകരമായ ഒരു ജീവിതാവസ്ഥ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ശ്രീബുദ്ധൻ എന്താ ഉത്തരം പറയണമെന്നറിയോ? അങ്ങേക്ക് അന്ധതയല്ലേ ഉള്ളൂ, ഇതൊരവസ്ഥ മാത്രം. പക്ഷേ ഈ സൈറ്റ് ഇല്ലായ്മ, കാഴ്ചയില്ലായ്മ ഒരവസ്ഥയാണെങ്കിൽ ഇൻസൈറ്റ് ഇല്ലായ്മ നിറയെ പേർക്കുണ്ട്. ഉൾക്കാഴ്ചയില്ലാത്തവർ നിറയെ പേരുണ്ട്. 2 കണ്ണും ഉണ്ട് എല്ലാവർക്കും. പക്ഷെ 2 കണ്ണുണ്ടായിട്ടും അകക്കണ്ണിന് കാഴ്ചയില്ലാത്തവർ ധാരാളം പേര് ഈ നാട്ടിലുണ്ട്. അതാണ് ഭീകരാവസ്ഥ. അങ്ങേക്ക് ലോകത്തെ കാണാനുള്ള കണ്ണല്ലേ ഉള്ളൂ ഇല്ലാത്തത്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് സത്യത്തെ കാണാനുള്ള അകക്കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ 2 കണ്ണുകൊണ്ട് ലോകത്തെ കാണുന്നവരെക്കാളും അനുഗ്രഹീതൻ അകക്കണ്ണിന്റെ കാഴ്ചയുള്ള താങ്കളാണ്. അപ്പൊ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? ഈ 2 കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം നശ്വരമായത് മാത്രമാണ്. അനശ്വരമായതിനെ കാണണമെങ്കിൽ എന്ത് വേണം? 3-ാം കണ്ണ് തുറക്കണം. 3-ാം കണ്ണ് എങ്ങനെ തുറക്കുക? 3-ാം കണ്ണ് എങ്ങനെ തുറക്കുക?
ആ മൂന്നാം കണ്ണ് തുറക്കണമെങ്കിൽ നമുക്ക് ജ്ഞാനാഞ്ജനം വേണം. ഗുരുമന്ത്രത്തിൽ പറയുന്നുണ്ട് ജ്ഞാനാഞ്ജനം വേണം. ഭഗവാന്റെ അടുത്തുനിന്ന് ഭഗവാൻ വന്ന് നമുക്ക് എല്ലാവർക്കും കൺമഷി എഴുതി തരണം. അജ്ഞാന തിമിരാന്തസ്യ, അജ്ഞാനത്തിന്റെ തിമിരം മാറിക്കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ജ്ഞാനമാകുന്ന കൺമഷി കൊണ്ട് നമുക്ക് കണ്ണെഴുതി തരണം. ഇതാർക്കേ ചെയ്യാൻ പറ്റുള്ളൂ? ചക്ഷുർമീലത, നമുക്ക് അകക്കണ്ണിന് കാഴ്ച തരാൻ ഈ അഞ്ജനം കൊണ്ട് എഴുതി, കൺമഷി കൊണ്ട്, ജ്ഞാനമാകുന്ന അഞ്ജനം കൊണ്ട് എഴുതി നമ്മുടെ മിഴി തുറപ്പിക്കാൻ ആർക്കേ പറ്റുള്ളൂ? ഏന തസ്മൈ ശ്രീ ഗുരുവേ നമഃ എന്നാ പറയാം. അപ്പൊ ജ്ഞാനമാകുന്ന അഞ്ജനം കൊണ്ട് കണ്ണെഴുതി നമുക്ക് കണ്ണ് തുറപ്പിച്ച് തരിക. ഏത് ഗുരുവാ കൺമഷിയും കൊണ്ട് നടക്കണം നമുക്ക് എല്ലാവർക്കും കണ്ണെഴുതി തരാൻ? ഏതാ കൺമഷി? ജ്ഞാനമാകുന്ന അഞ്ജനം. അത് സദ്ഗുരുവിന്റെ കയ്യിലാ. പരമാത്മാവാകുന്ന രാമൻ വന്ന് ജ്ഞാനമാകുന്ന കൺമഷി എഴുതി തരിക നമുക്കെല്ലാം. ഈ കണ്ണിലല്ല, പിന്നെ അകക്കണ്ണ് തുറപ്പിച്ച് തരിക. സാധാരണ ഈ കണ്ണിൽ കൺമഷി എഴുതിയാൽ മറ്റുള്ളവരെ കാണണേ. പക്ഷെ ഭഗവാൻ വന്ന് നമുക്ക് അകക്കണ്ണിന് കൺമഷി എഴുതി തരുമ്പോൾ നമ്മുടെ അകക്കണ്ണിൽ നമുക്കാണ് കാഴ്ച കിട്ടുന്നത്. ഈ കൺമഷി മറ്റുള്ളവർ കാണും. ഭഗവാന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കൺമഷി കൊണ്ട് കണ്ണ് തുറന്ന് കിട്ടുന്നത്, കാഴ്ച കിട്ടുന്നത് ആർക്കാണ്? തിമിരാന്തസ്യ, തിമിരം ബാധിച്ചിരിക്കുന്ന ഈ കണ്ണ് ഓപ്പറേറ്റ് ചെയ്യാണ്. സാധാരണ തിമിര ശസ്ത്രക്രിയ നമ്മുടെ നാട്ടിൽ ചെയ്തു കൊടുക്കുമല്ലോ ഫ്രീ ആയിട്ട്. അതുപോലെ ഭഗവാൻ വന്നിരിക്കുന്ന സമയമാണിത്. ഈശ്വരൻ എന്താ ചെയ്യണേ? ഫ്രീ ഓപ്പറേഷൻ എല്ലാവർക്കും വേണ്ടി ചെയ്തു തരാം. മൂന്നാം കണ്ണ് തുറന്നു തരികയാണ്. അപ്പൊ മൂന്നാം കണ്ണിന് കാഴ്ച തരുന്ന ഈ ഫ്രീ സർവീസ്, ഇതാണ് സ്പിരിച്വാലിറ്റിയിൽ നടക്കുന്ന ചാരിറ്റി സർവീസ്. അതാണ് നമുക്കെല്ലാവർക്കും ഭഗവാന്റെ അടുത്തുനിന്ന് കിട്ടണം. അപ്പൊ ഈ ജ്ഞാനമാകുന്ന അഞ്ജനമാണ് നമുക്ക് ഇതിലൂടെ കിട്ടണേ? രാമായണത്തിലൂടെ കിട്ടണേ. തരുന്നത് ആരാ? ഓപ്പറേഷൻ ആരാ നടത്തുന്നേ? സ്വയം പരമാത്മാവാകുന്ന രാമൻ, സ്വയം ഈശ്വരൻ. നമുക്ക് അല്പസമയം ധ്യാനത്തിലിരുന്ന് നമ്മുടെ അകക്കണ്ണൊന്ന് തുറക്കാം. രാമായണ മാസാചരണം നടക്കുകയാണ്. സദ്ഗുരു ജ്ഞാനാഞ്ജനം കൊണ്ട്, ജ്ഞാനമാകുന്ന കൺമഷി കൊണ്ട് എനിക്ക് കണ്ണെഴുതി തരികയാണ്. അജ്ഞാന തിമിരം ബാധിച്ച് എൻ്റെ അകക്കണ്ണിന് പരമേശ്വരൻ ഓപ്പറേഷൻ നടത്തുകയാണ്. സദ്ഗുരുവായ പരമാത്മാ രാമന് മുന്നിൽ ഞാൻ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഏറ്റവും വലിയ ഓപ്പറേഷൻ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലേക്ക് ഞാൻ എന്നെ തിരിച്ചറിയുകയാണ്. നശ്വരമായ ഈ ദേഹമല്ല ഞാൻ. ഈ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന അനശ്വര ചേതനയാണ് ഞാൻ. അനശ്വര ചൈതന്യം. ഓം ശാന്തി.